കരിമ്പയിലെ മുൻ വാർഡ് മെമ്പർ ആന്റണി ചേരുന്നു ഇപ്പോൾ. ആന്റണി, താങ്കൾ ഇപ്പോൾ സംഭവ സ്ഥലത്താണ് ഉള്ളത്. അവിടെ എന്താണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ നിന്ന്? തച്ചമ്പാറ ഇസാബ് ഹോസ്പിറ്റലിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ 3 കുട്ടികളുടെ മൃതദേഹം ഇവിടെയുണ്ട്. ഒരാള് മണ്ണാർക്കാട് മദർ കെയർ ഹോസ്പിറ്റലാണ്. ഇവിടെ റോഡ് ഈ നാഷണൽ ഹൈവേയുടെ പണി നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അശാസ്ത്രീയമായ പണി മൂലമാണ് ഇവിടെ ഈ സ്ഥിരമായി വാഹനാപകടം ഉണ്ടാകുന്നത്. ഇക്കാര്യം ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടുണ്ടെങ്കിലും നാളിതുവരെ അതിന്റെ അപാകത പരിഹരിക്കാനായിട്ട് ബന്ധപ്പെട്ട അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ഒരു 10-15 പേരാണ് ഇതുവരെ ഈ നാഷണൽ ഹൈവേ 966 നിർമ്മാണ പ്രവർത്തനത്തിന് ശേഷം അവർ ആ റോഡ് അപകടത്തിൽ മരണപ്പെട്ടത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അടിയന്തരമായിട്ട് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിലുള്ള അപാകത പരിഹരിച്ചുകൊണ്ട് റോഡ് സുരക്ഷിതത്വം ഉറപ്പാക്കുവാനായിട്ട് അധികൃതർ ശ്രമിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. താങ്കൾ ഇപ്പോൾ ആ തച്ചമ്പാറ ഈസാഫ് ആശുപത്രിയിൽ ഉള്ളത് കൊണ്ട് ചോദിക്കുകയാണ്, അവിടെ ഈ കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ എത്തിയിട്ടുണ്ടോ? അവിടുത്തെ അവസ്ഥ എന്താണ് എന്ന് പറയാവുന്ന അവസ്ഥയാണോ താങ്കൾക്ക്? ഇവിടെ മാതാപിതാക്കളെ 2 കുട്ടികളെ ഇവിടെ എത്തി. വന്നവരെ നമ്മൾ തിരിച്ച് അവരുടെ വീടുകളിലേക്ക് അയച്ചു. ഈ കുട്ടികളുടെ മൃതശരീരം ഇനി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടതുള്ളതുകൊണ്ട് ഇവരെ മാതാപിതാക്കൾ ഇവിടെ ഇല്ല, അവരൊക്കെ പോയി. പക്ഷേ ഈ പ്രദേശത്ത് മുഴുവൻ ആ കരിമ്പ പനയമ്പാടം ചെറുള്ളി പ്രദേശത്ത് ജനങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ കളക്ടറും മറ്റാൾക്കാരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. താങ്കൾക്ക് നാട്ടുകാരിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്ന് നാട്ടുകാരിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണ്? അവിടെ സ്കൂളിൽ പരീക്ഷ കഴിഞ്ഞ് നടന്നു വരുന്ന കുട്ടികളെ റോഡിലൂടെ വരുന്ന വാഹനം വേറൊരു ലോറി ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഈ മറിഞ്ഞ വാഹനത്തെ തട്ടി ആ വണ്ടി ഈ കുട്ടികളുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു ചെയ്തത്. എന്നാൽ അവിടെ റോഡ് സുരക്ഷിതമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. റോഡ് ടയർ തെന്നിപ്പോയിട്ട് റോഡ് വാഹനം മറിയുന്ന പല പ്രാവശ്യം ഇത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മഴയുള്ളത് കൊണ്ട്, അതായത് ഒരു പെട്ടെന്നുള്ളൊരു വളവാണോ, ഒരു കൊടും വളവാണോ, അതാണോ പ്രശ്നം? അതോ കുട്ടികൾക്ക് അരികു ചേർന്ന് നിൽക്കാൻ ഇടമില്ലാത്തതാണോ? ഇറക്കവും കൊടും വളവുമാണ് അവിടെ പ്രശ്നം. റോഡിന്റെ ടാറിങ്ങിലുള്ള അപാകതയുണ്ട്.